ഞാനിന്ന് എണ്ണമാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ പോകുക കേട്ടോ. കിളിമൂക്ക് എന്ന് പറയുന്ന മാങ്ങയാണ് കിട്ടിയിരിക്കുന്നത്. പഴുത്തിട്ടില്ല കേട്ടോ, അതിൻ്റെ നിറം അങ്ങനെയാണ്, പഴുപ്പൊന്നും ആയിട്ടില്ല. ഞാനിപ്പോൾ ഇന്ന് അതുപോലെ നോൺ സ്റ്റിക്കിലാണ് ഉണ്ടാക്കുന്നത്. ഇരുമ്പ് ചീനച്ചട്ടി കാസ്റ്റ് അയണിൻ്റെ ഉണ്ട്, പക്ഷെ അത് അത്ര വൃത്തിയാക്കാൻ സമയം കിട്ടിയില്ല. തൽക്കാലം നോൺ സ്റ്റിക്കിലാണ് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ മാറ്റി വയ്ക്കും. എണ്ണമാങ്ങ കേട്ടോ, ഉലുവ പൊട്ടിക്കും. നല്ലെണ്ണയിൽ ആദ്യം നല്ലെണ്ണ ഒഴിക്കും, ചൂടാക്കും. നല്ലെണ്ണ ചൂടായ ശേഷം ഉലുവ പൊട്ടിച്ചിട്ട് ഉലുവ പൊട്ടിയ ശേഷം മാങ്ങ ഇട്ടിട്ട് ഒന്ന് വഴറ്റും. എന്നിട്ടൊന്ന് വേവണം ആ എണ്ണയിൽ കിടന്നിട്ട്. അതിനുശേഷം ഉലുവപ്പൊടി, മുളക് പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി, പിന്നെ കായം, ഇത്രയും ചേർത്തിട്ട് അതൊന്ന് മൂത്ത ശേഷം ഇറക്കി വയ്ക്കും. ഇത്രയേ ഉള്ളൂ. എണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഒരു 2 കയ്യിൽ എണ്ണ. അത് കുറച്ച് എണ്ണ വേണം കേട്ടോ, കാരണം മാങ്ങ അതിൽ കിടന്ന് വേവണമല്ലോ. സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം ഒരു 3/4 സ്പൂൺ ഉലുവ, മുഴുവൻ ഉലുവയാണ്, അതിട്ടു. അത് പൊട്ടുന്നുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്തു കേട്ടോ, കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ മാങ്ങ ഇട്ടു, ഒന്ന് ഇളക്കി. പിന്നെ ഇത്രയും മാങ്ങ എന്ന് വിചാരിക്കേണ്ട കേട്ടോ, ഇത് ചൂടായി 2 ദിവസം അച്ചാറുണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇത് ഇങ്ങനെ കുറഞ്ഞു പോകും കേട്ടോ. ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ എനിക്ക് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനൊക്കെ കൂടി വേണ്ടിയിട്ടാണ്. അപ്പം ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവില്ല. ഓക്കെ, വേവട്ടെ. കണ്ടോ, ഇത് ചുരുങ്ങിപ്പോയി. ഇപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ചുരുങ്ങിപ്പോയി വെന്തപ്പോൾ തന്നെ. ഇത് വെന്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് മുളക് പൊടി, ഉലുവപ്പൊടി, കായം, ഉപ്പ് ഇത്രയും ചേർക്കാം കേട്ടോ. ഞാൻ ചേർക്കട്ടെ, എന്നിട്ട് വീഡിയോ എടുക്കാം. ഇതില്ലേ, എനിക്ക് വീഡിയോ എടുത്തു തരാൻ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് അതൊക്കെ ചേർത്ത് പിന്നെ കാണിക്കാൻ പറ്റിയുള്ളൂ. ഇത് കുറച്ചധികം വെന്ത് പോയി കേട്ടോ. ചിലർക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷെ എന്നാലും ഇവിടെ പ്രായമുള്ള ചിലർക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്കത് വെന്താൽ ഇഷ്ടക്കേടൊന്നുമില്ല. അതിപ്പോൾ ഒന്ന് വരട്ടിയതുപോലെയായി, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കഷ്ണമായിട്ട് കിടക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഒരുപാട്. എന്നാലും കുഴപ്പമില്ല, അതിന് ടേസ്റ്റ് ഉണ്ടാവും നന്നായിട്ട്. ഒന്ന് വേവ് കുറച്ചെടുക്കാം. എന്നിട്ട് വേവ് ഒന്ന് ചൂടായ ശേഷം, ജസ്റ്റ് ഒന്ന് മാങ്ങയിട്ട് ചൂടായ ശേഷം നമുക്ക് മുളക് പൊടി, ഉലുവപ്പൊടി, കായപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ ആ പച്ചമണം ഒന്ന് പോകുന്നവരെ ഒന്ന് ചൂടാക്കിയിട്ട് അങ്ങനെ ഇറക്കി വയ്ക്കാം. ഉലുവ നേരത്തെ കുറച്ച് ഇട്ടിട്ടുള്ളത് കൊണ്ട് ഉലുവപ്പൊടി അധികം ചേർക്കണ്ട. പിന്നെ ഇത് ആ ഉലുവ മുഴുവനോടെ ഇട്ട ഉലുവ ഒന്ന് കടിക്കുന്നത് നല്ല ടേസ്റ്റാണ്. ഇതിൽ കിടന്ന് ഇങ്ങനെ ഒന്ന് കുതിരും, അപ്പം അത് കടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. 2 ദിവസം വെച്ച ശേഷം ഉപയോഗിക്കാം. പിന്നെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. ഇതിൽ സാധാരണയായിട്ട് ഞാൻ വിനെഗറൊന്നും ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ 2 ദിവസം എടുത്ത് വെച്ച ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെച്ച് ഉപയോഗിക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയൂ. എല്ലാവരും ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. Okay, thank you.